പോസ്റ്റൽ ബാലറ്റിൽ തിരുത്തൽ വരുത്തിയെന്ന CPM നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരന്റെ വെളിപ്പെടുത്തൽ CPMനുണ്ടാക്കുക വമ്പൻ പ്രതിസന്ധി. 1989 KV ദേവദാസ് ആലപ്പുഴയിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ പോസ്റ്റൽ ബാലറ്റ് ശേഖരിച്ച് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വച്ച് തിരുത്തൽ വരുത്തിയെന്നാണ് ജി സുധാകരൻ വെളിപ്പെടുത്തിയത്. ദേശീയ തലത്തിലടക്കം ഈ വെളിപ്പെടുത്തൽ BJP ശക്തമാക്കും. വോട്ടിംഗ് മെഷീനുകൾക്കെതിരെ CPM നിലപാട് എടുക്കുന്നത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്ക് വേണ്ടിയാണെന്ന വാദം BJP ശക്തമാക്കും. കോൺഗ്രസും CPMനെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. പ്രായമായവർക്കും മറ്റും പോസ്റ്റൽ വോട്ടുകൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇത്തരം വോട്ടുകളുടെ വിശ്വാസ്യതയിലേക്ക് ചർച്ചകളെത്തും. പ്രായമായവരുടെ പോസ്റ്റൽ വോട്ടുകളിൽ കേരളത്തിൽ CPM അട്ടിമറികൾ നടത്തുന്നുവെന്ന ആരോപണം മുമ്പും ഉയർന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സുധാകരന്റെ പ്രസ്താവനയ്ക്ക് മാനങ്ങൾ പലതാണ്. 1988 തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറിയായിരുന്നു ജി സുധാകരൻ. സർവീസ് സംഘടനാംഗങ്ങളുടെ പോസ്റ്റൽ ബാലറ്റുകളിൽ 15% മറിച്ച് ചെയ്തെന്നും ഞങ്ങളുടെ പക്കൽ തന്നെ പോസ്റ്റൽ ബാലറ്റുകൾ വെരിഫൈ ചെയ്ത് തിരുത്തിയെന്നുമാണ് സുധാകരൻ പറഞ്ഞത്. ഇതിന്റെ പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുത്താലും പ്രശ്നമില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. വിവാദത്തിൽ പ്രതികരിക്കാൻ CPMന്റെ പ്രധാന നേതാക്കൾ തയ്യാറായിട്ടില്ല. എന്നാൽ ആരോപണം തെറ്റാണെന്ന് CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി നാസർ പ്രതികരിച്ചു. അതിനപ്പുറം ഒന്നും നാസർ പറയുന്നില്ല. അതേസമയം പ്രതിപക്ഷം സുധാകരന്റെ വെളിപ്പെടുത്തൽ ആയുധമാക്കുകയാണ്. CPM എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് കാണിക്കാറുണ്ട് എന്നതിന് തെളിവാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. സുധാകരൻ ഇപ്പോഴെങ്കിലും ഈ കാര്യം വെളിപ്പെടുത്തിയത് നല്ല കാര്യമാണെന്നും KPCC പ്രസിഡന്റ് പറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും CPM വ്യാപകമായ രീതിയിൽ ക്രമക്കേട് കാണിച്ചിട്ടുണ്ടെന്ന് K മുരളീധരൻ പറഞ്ഞു. ചെറിയ ഭൂരിപക്ഷത്തിൽ LDF സ്ഥാനാർത്ഥികൾ വിജയിച്ചത് ഇത്തരം ക്രമക്കേടിലൂടെയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. സുധാകരന്റെ വെളിപ്പെടുത്തലിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും K മുരളീധരൻ ആവശ്യപ്പെട്ടു. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ജി സുധാകരനെതിരെ കടുത്ത നടപടി വേണമെന്ന ആവശ്യം CPMലുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വീഴ്ച വരുത്തിയെന്നാരോപിച്ച് ജി സുധാകരനെ പാർട്ടി പരസ്യമായി ശാസിച്ചിരുന്നു. തുടർന്ന് അദ്ദേഹം പാർട്ടി പരിപാടികളിൽ സജീവമായിരുന്നില്ല. അതിനിടെ അദ്ദേഹം കോൺഗ്രസിന്റെ വേദികളിൽ സജീവമായി. ഇതിനിടയിലാണ് CPM ആഭിമുഖ്യമുള്ള സംഘടനയായ NGO യൂണിയൻ സമ്മേളനത്തിൽ ബാലറ്റ് ബോംബ് പൊട്ടിച്ചത്. തപാൽ വോട്ടുകൾ തിരുത്തി ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചിട്ടുണ്ടെന്ന മുതിർന്ന CPM നേതാവ് ജി സുധാകരന്റെ പ്രസ്താവന ഗൗരവതരമാണെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും പ്രതികരിച്ചു. ഇന്ത്യ മുന്നണി EVMനെ എന്തിനാണ് എതിർക്കുന്നതെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. പഠിച്ചതേ പാടൂ എന്ന് പറയുന്നത് പോലെയാണ് CPMന്റെ അവസ്ഥയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ബാലറ്റ് പേപ്പർ ഉണ്ടായിരുന്നപ്പോൾ ഇതുപോലെയുള്ള കൃത്രിമങ്ങൾ കാണിച്ചും കള്ളവോട്ട് ചെയ്തുമാണ് CPM ജയിച്ചത്. അത് നടക്കാതെ ആയപ്പോഴാണ് EVMനെ എതിർത്തു തുടങ്ങിയത്. കോൺഗ്രസും ഇതൊക്കെ തന്നെയായിരുന്നു ചെയ്തു വന്നത്. EVM തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ അവസാനിപ്പിച്ചതാണ് ഇന്ത്യ മുന്നണിയെ അസ്വസ്ഥമാക്കുന്നത്, അദ്ദേഹം പറഞ്ഞു.